പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ച. ഇന്നത്തെ വായനക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. ആദ്യത്തെ വാക്യം: യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരം നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരം നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് പാപത്തിൽ പിടിക്കപ്പെട്ട, വിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കല്ലെല്ലാം താഴെയിട്ട് ആൾക്കാർ പോകുന്നു. ആരും അവളെ വിധിച്ചില്ല. ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക. ഇതിന് ശേഷമാണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു പ്രകാശമാണെന്ന് പറയുമ്പോൾ വഴി കാണിക്കുന്നവനാണ്, വഴി കാണിക്കുന്നവനാണ്. യേശുവിലൂടെ കാണണം, മനോഭാവമാണ് ഇവിടെ പ്രധാനം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാവുക? യേശു കാണിച്ചു തന്ന വഴി, യേശു കാണിച്ചു തന്ന ജീവിതശൈലി സ്വീകരിക്കുക, വിശ്വസിക്കുക, ആ വിശ്വാസം ജീവിതത്തിൽ പ്രകടമാക്കുക, ദൈവത്തെ പിതാവായി കാണുക, എല്ലാവരെയും സഹോദരങ്ങളായി കാണുക, പരസ്പരം സ്നേഹിക്കുക, ശത്രുത ഒഴിവാക്കുക. ഇപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം, പ്രകാശമുണ്ടാകണം. ഇപ്പോൾ അയൽക്കാരനെ സഹോദരനായി കാണണം. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എപ്പോഴാണ് പ്രഭാതമാവുക, അന്ധകാരം രാത്രി അവസാനിച്ചു, എപ്പോഴാണ് പ്രകാശമാവുക എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അടുത്ത് നിൽക്കുന്നത് മരമാണോ, മരം ഏത് മരമാണ്, പ്ലാവാണോ മാവാണോ എന്നറിയില്ല, അടുത്ത് നിന്ന് പട്ടിയാണോ പൂച്ചയാണോ എന്നറിയാൻ വേണ്ടി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഗുരു പറയും, അല്ല, അടുത്ത് നിൽക്കുന്നത് നിൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കാൻ എപ്പോൾ നിൻ്റെ മനസ്സിൽ, നിൻ്റെ ഉള്ളിൽ പ്രകാശം ഉദിക്കുന്നുവോ അപ്പോഴാണ് രാത്രി അവസാനിച്ച് പ്രഭാതമാവുന്നത്. ഇതിനാണ് യേശു പറയുക, ഞാൻ ലോകത്തിൽ പ്രകാശമാണ്. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകണം. സഹോദരങ്ങളായി കാണണമെങ്കിൽ അവരെ എല്ലാവരെയും ഒരേ ദൈവത്തിൻ്റെ പിതാവായി കാണണം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, എല്ലാവരുടെയും പിതാവാണ്. അപ്പോഴേ വ്യക്തിവിരോധങ്ങൾ, പാർട്ടി വിദ്വേഷങ്ങൾ, ജാതി മത വർണ്ണ വർഗ വെറികളെല്ലാം മാറ്റി എല്ലാവരെയും സഹോദരങ്ങളായി കാണുക. അതിന് പ്രകാശമുണ്ടാകണം. അതല്ലേ നമ്മുടെ പൂർവ്വികർ പ്രാർത്ഥിച്ചത്, തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. അതിനുള്ള മറുപടിയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം നടക്കാൻ ശ്രമിക്കാം.